മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തകർപ്പൻ മ്യൂസിക് പ്ലെയർ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതിൽ ഒരുപാട് നല്ല നല്ല ഓപ്ഷനുകൾ ഉണ്ട്. നമ്മുടെ മൊബൈലിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഒരു മ്യൂസിക് പ്ലെയർ ഉണ്ട്. പക്ഷേ അതിൽ കാര്യമായ ഓപ്ഷനുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് തികച്ചും ഫ്രീ ആണ്. നമുക്ക് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക, ഇതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളും മറ്റുമൊക്കെ നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി കാണിക്കും. ഇവിടെ ഇൻബിൽട്ട് ആയിട്ട് ഇംഗ്ലീഷ് തന്നെയാണുള്ളത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ നെക്സ്റ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും. അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ സ്കാൻ ഓൾ സോങ്സ് എന്ന ഭാഗം സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് സ്കാൻ കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ പാട്ടുകളും ഇവിടെ സ്കാൻ ആയിട്ട് വരും. ഇവിടെ 32 സോങ് ഇവിടെ സ്കാൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ നിന്നും ഞാനൊരു സോങ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാണ്. ഓക്കെ, ഇതാ ഇവിടെ പ്ലേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കേൾപ്പിക്കാത്തത് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡ് സോങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതാ കണ്ടു 32 സോങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പ്ലേ നൗ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിക് പ്ലെയറിൻ്റെ അകത്ത് നിന്നും ഇതുപോലെ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ മുകളിൽ തന്നെ 3-4 ടാബുകൾ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ടാബിൽ നമുക്ക് എക്വലൈസർ സെറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതാ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളിപ്പോൾ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ടാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റേതായ രൂപത്തിൽ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ്ട്രാ ബാസ് ബൂസ്റ്റർ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ നമുക്ക് വോളിയം കൺട്രോൾ സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വോളിയം കൺട്രോൾ വെക്കാം. പിന്നെ ബൂസ്റ്റർ എന്ന ഭാഗത്ത് ഇവിടെ ഓഫിലാണുള്ളത്. ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ബൂസ്റ്റർ സെറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ നിങ്ങൾക്ക് സൗണ്ട് ബാലൻസ്, ലെഫ്റ്റ് സൈഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇനി റൈറ്റ് സൈഡാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ രണ്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഓരോ കാര്യം നിങ്ങൾ ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ പരസ്യം വരില്ല. പിന്നെ മുകളിൽ ഒരുപാട് ടാബുകൾ നിങ്ങൾക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കണ്ട അതേ ഓപ്ഷനുകൾ തന്നെ ഇവിടെയും കാണുന്നുണ്ട്. സോങ്, ആൽബം, സിംഗർ, പ്ലേലിസ്റ്റ്. ഓക്കെ, തൊട്ട് താഴെ നിങ്ങൾക്ക് തീം കാണാൻ സാധിക്കും. തീം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഇവിടെ സ്കാൻ മ്യൂസിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുതുതായിട്ട് സോങ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നിങ്ങൾ ഇതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിക് പ്ലെയറിൻ്റെ അകത്ത് വരും. സ്റ്റാർട്ട് സ്കാൻ കൊടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്വലൈസറിൻ്റെ നേരത്തെ കാണിച്ച അതേ ഓപ്ഷൻ തന്നെ, എക്വലൈസറിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിന്ന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് എന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിലുള്ളത് ഈ ഒരു ഭാഗം ഓഫിലാണ് ഉണ്ടാകുക. അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വാട്സാപ്പ് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മ്യൂസിക് പ്ലെയറിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.